നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫുട്ബോളിൽ നിങ്ങളൊരു നിയമം മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതേതാണ്? പലർക്കും പലതും പറയാനുണ്ടാകുന്ന നെയ്മർ ജൂനിയർക്ക് കൃത്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്, ഒരു നിർദ്ദേശവും വെക്കാനുണ്ട്. മറ്റൊന്നുമല്ല, ഓഫ് സൈഡ് നിയമം മാറണമെന്ന് അദ്ദേഹം പറയുന്നത്. ഓഫ് സൈഡ് ഇപ്പോൾ ഉള്ള പോലെയല്ല, മറിച്ച് ഹൈ ബോളുകൾക്ക് മാത്രം ഓഫ് സൈഡ് വിളിച്ചാൽ മതി. ഒരു ലോ പാസ് ഇങ്ങനെ ഗ്രൗണ്ടിലൂടെ കൊടുക്കുന്നതിനൊക്കെ എന്തിന് ഓഫ് സൈഡ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് അദ്ദേഹത്തോടുള്ള ചോദ്യം, ഇഫ് യു കുഡ് ചേഞ്ച് വൺ റൂൾ ഇൻ ഫുട്ബോൾ വാട്ട് വുഡ് യു ചേഞ്ച്? നിങ്ങൾക്ക് ഫുട്ബോളിൽ ഒരു നിയമം മാറ്റാൻ പറ്റുമെങ്കിൽ ഏത് നിയമമായിരിക്കും നിങ്ങൾ മാറ്റുക? അദ്ദേഹത്തിൻ്റെ മറുപടി, തീർച്ചയായിട്ടും ഞാൻ ഓഫ് സൈഡ് റൂൾ മാറ്റും. കാരണം ഓഫ് സൈഡ് ഹൈ ബോളുകൾക്കാണ് വിളിക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഒരു ലോ പാസ് നമ്മൾ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബിലോ ചെസ്റ്റ് ലെവലിലൊരു പാസ് കൊടുക്കുമ്പോൾ അത് ഓഫ് സൈഡ് കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് നെയ്മറുടെ വാദം. ഓഫ് സൈഡ് റൂള് വർഷങ്ങളായിട്ട് ഇങ്ങനെ മാറി മാറി വന്നിട്ടാണ് ഇന്നത്തെ രൂപത്തിലേക്ക് വന്നിട്ടുള്ളത്. ഇനിയും അതിൽ പരിഷ്കാരങ്ങളുണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷേ നെയ്മർ ഈ പറഞ്ഞ പോലെ ഹൈ ബോളുകൾക്ക് മാത്രം ഓഫ് സൈഡ് വിളിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. ഏതായാലും അതാണ് നെയ്മറുടെ വീക്ഷണം. ഫുട്ബോളിൽ മാറ്റേണ്ട റൂൾ അതാണ് എന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോൾ പഴയ പോലെയല്ല. ഫുട്ബോളിൽ ബോൾ കൊണ്ട് മായാജാലം കാണിക്കുന്ന താരങ്ങളൊക്കെ കുറഞ്ഞുപോയി. ഒരു റയാൻ ചെർക്കിയോ അല്ലെങ്കിൽ വിനി ജൂനിയറോ അല്ലെങ്കിൽ റോഡ്രിഗോയോ ഒക്കെ മാത്രമേ ഇപ്പോൾ അങ്ങനെയുള്ള കളിക്കാരുള്ളൂ. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ ഫുട്ബോളിൽ സ്ട്രെങ്ത്തിനാണ് പലപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ സ്ട്രെങ്ത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ ടാലൻറ്റ് പതിയെ അങ്ങ് ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത് എന്ന് നെയ്മർ പറയുന്നത്. അതായത് ക്ലിനിക്കൽ ഫുട്ബോളിനാണ് ഇപ്പോൾ പ്രാധാന്യം. കളി ജയിക്കണം, അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം, ഹൈ ഇൻറ്റൻസിറ്റി കളിക്കണം, അതിനപ്പുറത്തേക്കുള്ള മാന്ത്രികത നഷ്ടമാകുന്നു എന്ന് നെയ്മർ പറയുന്നത് ശരിയാണ് എന്നാണ് ഒരുവിധം ഫുട്ബോൾ നിരീക്ഷകരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ഫുട്ബോളിംഗ് എക്സ്പേർട്സൊക്കെ അത് പറയുന്നു. ഇപ്പോൾ റൊണാൾഡിനോ എന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞാൻ കുട്ടികളോട് പറയാനുള്ളത്, ബോൾ കൊണ്ട് നിങ്ങൾ കളിക്കുമ്പോൾ അത് എൻജോയ് ചെയ്ത് കളിക്കുക, ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കേണ്ട എന്ന് എൻ്റെ പിതാവും എന്നോട് അത് തന്നെയാണ് പറഞ്ഞിരുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.